ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. പൂപ്പൊലി, വയനാട് അമ്പലവയലിൽ നടക്കുന്ന ഈ പൂപ്പൊലി 2026 വിശേഷങ്ങളാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ പോകാൻ പറ്റാത്തവർ എത്രയും പെട്ടെന്ന് പോവുക. കുറച്ച് നാളത്തേക്കുള്ളൂ, എനിക്ക് തോന്നുന്നു 15th വരെ അങ്ങനെ ആണ് തോന്നുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ നല്ല അടിപൊളി കാഴ്ചകളാണ്. എല്ലാവരും പറ്റുന്നവർ പോയി കാണണം. അല്ലാത്തവർ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചു എത്ര സമയം വരെ ഉണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് 6 മണി വരെ ഉണ്ടെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6 മണിക്കൊക്കെ തന്നെയാണ് ടിക്കറ്റ് എടുത്ത് കയറിയത്. പക്ഷേ നൈറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകളുണ്ടായിരുന്നു. നൈറ്റിലായാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇനി പകലിലുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് കയറാൻ പറ്റിയത് നൈറ്റ് മാത്രമായിരുന്നു. നൈറ്റ് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് 6:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എൻട്രി ചെയ്തത്. കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള പൂക്കളുടെ ഒരു മേള തന്നെയായിരുന്നു. വെറൈറ്റി ഓഫ് പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. എത്രയോ നാളത്തെ ഒരു പരിശ്രമം തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു പൂക്കളുടെ ഒരു കലവറ തന്നെ ഉണ്ടാക്കാൻ. അത്രക്കും അതിമനോഹരമായ പൂക്കളുടെ ഒരു കലവറ തന്നെയായിരുന്നു. വെറൈറ്റി ഓഫ് പൂക്കൾ നമുക്ക് എന്താ പറയുക, എത്ര നോക്കി നിന്നാലും മതി വരില്ല. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു കാക്ടസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ ആളുകളുടെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതിയത്. അപ്പോൾ പൂക്കളുടെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വിചാരിച്ചതിലപ്പുറം ജനങ്ങളുടെ തിരക്കായിരുന്നു. കാണാനും ലൈറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അവിടെ കയറാൻ എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻട്രി ടിക്കറ്റ് അഡൾട്ടിന് 70 റുപ്പീസാണ്. കുട്ടികൾക്ക് എത്രയെന്ന് സത്യത്തിന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം നമ്മുടെ കൂടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ചെടികളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടുകളിൽ വളർത്തിയിരുന്ന ചെടികളാണ്. ഇതിനും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പഴയ കാലത്തുള്ള പൂക്കൾ തന്നെയാണ്. അവിടെ പൂക്കളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ മാനിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുലി ഉണ്ടായിരുന്നു. പിന്നെ
ഈ പൂക്കളുടെ ഇടയിൽ ഇതാ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലോക്ക് പോലെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നും അറിയില്ല. അതാ കണ്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അത് കണ്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു അവർ നോക്കി നിൽക്കുന്നത്. അതാ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആളുകളുടെ തിരക്കും ഫോട്ടോ എടുപ്പും അതെല്ലാം കൂടെ നല്ല ബഹളം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പകൽ പോകുകയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ട സമയമാകുമല്ലോ നൈറ്റ് ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അകത്ത് പോകും തോറും അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഒത്തിരി ലേറ്റായിരുന്നു നമ്മൾ അവിടെ എത്താൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പോണ്ടിൽ ഒരു ഭാഗത്ത് ഫൗണ്ടൻ ഉണ്ടായിരുന്നു, മറ്റൊരു ഭാഗത്ത് സ്വാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പൂക്കൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നല്ലൊരു വെറൈറ്റി പൂക്കളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നോർമലി ചെണ്ടുമല്ലിയാണ്. ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ കേട്ടോ. നല്ല കുട്ടികളെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവിടെയായിരുന്നു. നിറയെ കാണാൻ പറ്റുന്നുണ്ടാവും, കുറച്ച് നൈറ്റാണ് എങ്കിൽ പോലും ആ ഏരിയയിൽ നിറയെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫൗണ്ടൻ ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ കളിക്കുന്ന ഏരിയയിലുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, അവർ കുറച്ച് സമയം ഓഫ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അത് ഓൺ ചെയ്തു. അപ്പോൾ അതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ശ്രദ്ധിക്കുക, കുട്ടികളുടെ ഇടമായ ചിൽഡ്രൻസ് പാർക്കിൽ റൈഡുകളിലും അനുബന്ധ ഉപകരണങ്ങളിലും കുട്ടികൾ കയറുന്നതും ഇറങ്ങുന്നതും രക്ഷകർത്താക്കളുടെ സുരക്ഷയിലാണ് ഉറപ്പുവരുത്തുക. നീലാഞ്ജന, കൃഷ്ണവിലാസ് AUP സ്കൂൾ കോളേരി, മിൻഹ ഫാത്തിമ, GHSS ആനപ്പാറ, ഹെലൻ റോസ് ജോർജ്, സെന്റ് തോമസ് HS ചുള്ളിയോർ. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇന്ന് വൈകുന്നേരം കൾച്ചറൽ ഇവന്റിന് ശേഷം നൽകുന്നതായി. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വയനാട് പൂപ്പൊലി 2026 അമ്പലവയലിൽ നടക്കുന്ന ഈ പൂപ്പൊലിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരും വരെ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.